അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നാളെ 6 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ 49 മണ്ഡലങ്ങളാണ് ജനവിധി തേടുക. ബീഹാറിൽ 5ഉം മഹാരാഷ്ട്രയിൽ 13ഉം ഉത്തർപ്രദേശിൽ 14ഉം പശ്ചിമബംഗാളിൽ 7ഉം ജാർഖണ്ഡിലെ 3 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ ജമ്മു കാശ്മീരിലും ലഡാക്കിനും ഓരോ മണ്ഡലങ്ങളിലേക്ക് ജനവിധി തേടും. ഒഡീഷയിലെ 35 നിയമസഭാ സീറ്റുകളിലും നാളെ വോട്ടെടുപ്പ് നടക്കും. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് സിബി ജോസഫ് ചേരുകയാണ്. സിബി, പരസ്യ പ്രചരണം അവസാനിച്ചുകൊണ്ട് നാളെ രാജ്യം അഞ്ചാം ഘട്ട വോട്ടെടുപ്പിന് തയ്യാറാവുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അവസാന ഘട്ടത്തിൽ നടക്കുന്നത്? അതോടൊപ്പം തന്നെ നിരവധി വിഷയങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും 49 മണ്ഡലങ്ങൾ വിധി എഴുതാൻ പോകുമ്പോൾ BJP വലിയ ആശങ്കയിൽ തന്നെയായിരിക്കും. കഴിഞ്ഞ തവണ പോളിംഗ് ശതമാനം കുറഞ്ഞതൊക്കെ BJP വലിയ രീതിയിലുള്ള ആശങ്കയിലാഴ്ത്തിയിരുന്നു. അഞ്ജന, തീർച്ചയായും 49 മണ്ഡലങ്ങളാണ് അഞ്ചാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. നാളെ പോളിംഗ് ബൂത്തിലേക്ക് ഈ ഒരു മണ്ഡലങ്ങൾ എത്തുകയാണ്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ VIP മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും രാജ്നാഥ് സിംഗും സ്മൃതി ഇറാനി അടക്കമല്ലാതിനെയും നിരവധി VIP മണ്ഡലങ്ങൾ ഈ ഒരു അഞ്ചാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 6 സംസ്ഥാനങ്ങളിലും ഒരു 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി 49 മണ്ഡലങ്ങളാണ് നാളെ ജനവിധി ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ വോട്ടെടുപ്പ് നടക്കുന്നത് UP-യിലാണ്. UP-യിൽ 14 മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നു. അതുകൂടാതെ മഹാരാഷ്ട്രയിൽ 13 മണ്ഡലങ്ങളിലേക്കും പശ്ചിമ ബംഗാളിൽ 7 മണ്ഡലങ്ങളിലും ബീഹാറിൽ 5ഉം അതോടൊപ്പം തന്നെ ജാർഖണ്ഡിൽ 3 മണ്ഡലങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. അതുകൂടാതെ ഒഡീഷയിലെ 35 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും നാളെ വോട്ടെടുപ്പ് നടക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടായി എടുത്തു പറയേണ്ടത് നിരവധി VIP മണ്ഡലങ്ങളിൽ താരമണ്ഡലങ്ങൾ നാളത്തെ അഞ്ചാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ വീറും വാശിയുമേറിയ പ്രചരണങ്ങളായിരുന്നു, മാസങ്ങൾ നീണ്ട പ്രചരണമായിരുന്നു നടന്നിരുന്നത്. ഇന്നലെ പരസ്യ പ്രചാരണമെല്ലാം നിലയും അവസാനിച്ചിരിക്കുന്നു. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും അമിത്ഷായും JP നദ്ദയും അടക്കമെല്ലാം നിലയും ഈ മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു. നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഘട്ടം കൂടിയാണ് ഈ ഒരു അഞ്ചാം ഘട്ടം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും JP നദ്ദയും അമിത്ഷായും എല്ലാം നിലയും വർഗീയ പരാമർശവും അതോടൊപ്പം തന്നെ വിദ്വേഷ പരാമർശങ്ങളെല്ലാം നിലയും ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചതും ഈ ഒരു അഞ്ചാം ഘട്ടത്തിലാണെന്ന് പറയേണ്ടി വരും. UP-യിൽ അയോധ്യ രാമക്ഷേത്രം അടക്കം ഏറ്റവും കൂടുതൽ സജീവമാക്കുകയും CAA വിഷയം വളരെ വലിയ ആയുധമാക്കി മാറ്റുന്നു. വോട്ട് ജിഹാദ് വളരെ വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റുന്നു. അങ്ങനെ അത്തരത്തിൽ മുസ്ലിം വിരുദ്ധ പരാമർശവും എല്ലാം തന്നെയും ജാതി രാഷ്ട്രീയം എല്ലാം തന്നെയും ചർച്ച ചെയ്യപ്പെട്ട ഒരു ഘട്ടം കൂടിയാണ് അഞ്ചാം ഘട്ടം എന്ന് പറയുന്നത്. ഇതിൽ VIP മണ്ഡലം തന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ UP-യിൽ അമേഠിയും റായ്ബറേലിയും ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലമാണ് റായ്ബറേലി സോണിയാഗാന്ധിയുടെ മണ്ഡലമായിരുന്നു. ഇത്തവണ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി രാജ്യസഭ MP ആയതോടെ രാഹുൽ ഗാന്ധി ഈ അമേഠിയിൽ നിന്നും പിന്മാറി റായ്ബറേലിയിൽ എത്തുന്നു. അങ്ങനെ രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുന്നതോടെ റായ്ബറേലിയിലും വളരെ വലിയൊരു മത്സരം കാഴ്ചവെക്കുന്നു. അതോടൊപ്പം തന്നെ അമേഠിയിൽ രാഹുൽ ഗാന്ധി പിന്മാറിയെങ്കിലും രാഹുൽ ഗാന്ധി കുടുംബവുമായി ബന്ധമുള്ള ആൾ തന്നെയാണ് ഈ അമേഠിയിലും എത്തിയിരിക്കുന്നത്. അങ്ങനെ വളരെ വലിയ രീതിയിൽ പ്രധാനപ്പെട്ട മണ്ഡലമായി UP-യിൽ ഈ റായ്ബറേലിയും അതോടൊപ്പം തന്നെ ഈ അമേഠിയും മാറുന്നു. മറ്റൊന്ന് ലക്നൌവിൽ രാജ്നാഥ് സിംഗ് ആണ് ലക്നൌവിലെ പ്രധാനമന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ലക്നൌവിൽ മത്സരിക്കുന്നത്. മറ്റൊന്ന് ഇനി മഹാരാഷ്ട്ര ഈ UP-യിൽ തന്നെ മറ്റു പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് ബ്രജ്ഭൂഷൻ്റെ മകൻ മത്സരിക്കുന്ന മണ്ഡലമാണ് കൈസർഗഞ്ചും ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം തന്നെയാണ്. മഹാരാഷ്ട്രയിൽ പോയാൽ മുംബൈ നോർത്തിൽ ഈ കേന്ദ്രമന്ത്രിയായ പീയൂഷ് ഗോയൽ മത്സരിക്കുന്ന മണ്ഡലമാണ് മുംബൈ നോർത്ത്. ബീഹാറിലേക്ക് പോയാൽ ബീഹാറിൽ ലാലു പ്രസാദ് യാദവിൻ്റെ മകൾ രോഹിണി മത്സരിക്കുന്ന മണ്ഡലമുണ്ട്. അതുകൂടാതെ ലോക് ജനശക്തി പാർട്ടിയുടെ ചിരാഗ് പാസ്വാൻ മത്സരിക്കുന്ന മണ്ഡലമുണ്ട്. അങ്ങനെ നിരവധി VIP താരമണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഘട്ടം കൂടിയാണ് അഞ്ചാം ഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സംവാദങ്ങളും വീറും വാശിയുമേറിയ പ്രചരണമായിരുന്നു കഴിഞ്ഞ മാസക്കാലമെല്ലാം തന്നെയും ഈ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നത്. അതായത് നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ 4 ഘട്ടം എടുത്തു നോക്കുമ്പോഴും വളരെ വലിയ രീതിയിൽ BJP ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരേന്ത്യയിൽ ഈ പോളിംഗ് ശതമാനം വളരെ വലിയ രീതിയിൽ കുറയുന്നത്, പ്രത്യേകിച്ച് ബീഹാറിലടക്കം കുറയുന്നത് ഏറെ വലിയ ആശങ്ക BJP-യിലുണ്ട്. ഈ തവണയെങ്കിലും പോളിംഗ് ശതമാനം കൂടുമെന്ന ഒരു പ്രതീക്ഷയാണ് BJP-ക്കുള്ളത്. എങ്കിൽ പോലും നോർത്ത് ഇന്ത്യയിൽ 100 സീറ്റിലെങ്കിലും കുറയുമെന്നൊരു സർവേ ഫലങ്ങൾ പുറത്തു വരുന്നു. മാത്രമല്ല ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം BJP-ക്ക് ഓരോ ഘട്ടത്തിലും കുറയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ മോദിയുടെ ഗ്യാരണ്ടിയോ അല്ലെങ്കിൽ ജനകീയ വിഷയമോ ഒന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. മറിച്ച് മുസ്ലിം വിരുദ്ധതയും CAA വിഷയവും അതോടൊപ്പം തന്നെ അയോധ്യ രാമക്ഷേത്രവും അങ്ങനെ തീർത്തും വർഗീയ പരാമർശങ്ങളിലും വിദ്വേഷ പ്രശ്നങ്ങളിലേക്കും BJP മാറിയിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത തന്നെയാണ്. അതേസമയം തന്നെ
പ്രതിപക്ഷ സഖ്യം വളരെ വലിയ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എന്തായാലും നാളെ ഈ 69 മണ്ഡലങ്ങളും നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് അഞ്ജന. ശരി.